ചതുർത്ഥി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇത് 108 തവണ ജപിക്കുകയാണെങ്കിൽ ഉത്തമമാണ്. സർവ തടസ്സങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി സർവ അഭീഷ്ടസിദ്ധിക്ക് കാരണമാകുന്നതാണ്. 108 തവണ ചൊല്ലുവാൻ സാധ്യമല്ല എങ്കിൽ 10 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഗം ഗണപതയെ നമ എന്നുകൂടി ജപിച്ചു കഴിഞ്ഞാൽ സർവ ഉത്തമമായിരിക്കും. കേതുവിൻ്റെ ദശാദോഷം അനുഭവിക്കുന്ന ആളുകൾ ദോഷത്തിന് പരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ പൂജയോ ഗണപതി ഹോമമോ എന്നിവയൊക്കെ നടത്തിയാൽ അതിവേഗം ഫലം സിദ്ധിക്കുന്നതാണ്. ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം, അതായത് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത്. അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പും വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഗണേശ്വരൻ്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാതടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാകുവാൻ ഉത്തമമാണ്. വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് വിശ്വാസം. സർവാഭീഷ്ട സിദ്ധിക്ക് ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല, അർച്ചന, മോദക നേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലമായി ലഭിക്കുന്നത്. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിൽ മോദകം അഥവാ കുഴക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശ്വരനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. ചതുർത്ഥിയുടെ വ്രതമെടുക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠകരമാണ്. ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ്വര പ്രീതിയിലൂടെ സർവവിഘ്നങ്ങളും നീങ്ങി ഉദ്ദിഷ്ടകാര്യം സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം. എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. ഒരിക്കലൂണാവാം, എണ്ണ തേച്ച കുളി, പകലുറക്കം എന്നിവ നിഷിദ്ധമാണ്. ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിനു മുൻപേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി വിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാവണം ജപം. 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് കരുതുന്നു. കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക. തുടർന്ന് ഗണേശ്വര ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ധാന്യഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ആ ദിവസം മുഴുവൻ ഗണേശ്വരനെ സ്മരിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുന്നത് അത്യുത്തമമാണ്. കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഗം ഗണപതയെ നമ ജപിക്കുക. സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുക. പിന്നീട് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണ വിടാവുന്നതാണ്. വിനായക ചതുർത്ഥിയും ചന്ദ്രനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കുവാൻ പാടില്ല. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഒരിക്കൽ പിറന്നാൾ സദ്യയുണ്ട് എഴുന്നേൽക്കുവാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു. ഇത് കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു. അതിൽ കോപിഷ്ഠനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് ഗണപതി ശപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത്
മാനഹാനിക്ക് ഇടയാകും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു.